കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന വിവിധ കമ്പനികളുടെ സംഘടന ഇപ്പോൾ അവർ ആകെ പ്രതിസന്ധിയിലാണ്. ഇത്തരത്തിൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ എടുക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് പറയുന്നത്. എന്താണ് നിതീഷ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? നമ്മൾ ഇന്ന് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. കാരണം നമ്മൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ നമ്മൾ ലെറ്റർ കൊടുത്തിരുന്നു, നമ്മൾ എത്ര പേയ്മെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് എന്നുള്ള. അപ്പോൾ ഓഗസ്റ്റ് 30 നമ്മൾ പേയ്മെൻറ്റ് പോസിറ്റീവായിട്ട് തരുന്നതായിരുന്നു പറഞ്ഞത്. നമുക്ക് ഓഗസ്റ്റ് 30 വരെ കിട്ടാതെ കൊണ്ട് നമ്മൾ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ സ്ട്രൈക്ക് റീപ്ലേസ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തിരുന്നു. സെപ്റ്റംബർ 25 വരെ നമുക്ക് പേയ്മെൻ്റ് ഒന്നും കിട്ടാതെ കൊണ്ട് നമ്മൾ ലെറ്റർ അയച്ചു. ഒക്ടോബർ 5 നമ്മൾ കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് എല്ലാ കാറ്റഗറിയിലും ഉണ്ട്. ഈ കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് നമ്മൾ റിട്ടേൺ എടുക്കണം. ബാക്കിയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽ സ്റ്റോക്ക് വെക്കാൻ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് അത് റിട്ടേൺ എടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ചോദിച്ചു ലെറ്റർ അയച്ചിരുന്നു. അപ്പം ഒക്ടോബർ 3 നമ്മൾ DMEയുടെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. പോസിറ്റീവായിട്ട് പറഞ്ഞിരുന്നു പേയ്മെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ പേയ്മെൻറ്റ് കിട്ടിയില്ല. അഗൈൻ നമ്മൾ ഇന്ന് സ്റ്റോക്ക് നമ്മളെ കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് വിഡ്രോ ചെയ്യാൻ വന്നിരുന്നു. അപ്പം കോഴിക്കോട് HOD ആയിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് എന്ന് കിട്ടും നമുക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ല. നമ്മൾ സ്റ്റോക്ക് തരാൻ വിസമ്മതിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്ത നടപടി എന്താണെന്നുള്ളത് വൈകിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിക്കും. ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് ഇന്ന് വൈകിട്ട് മീറ്റിംഗിൽ തീരുമാനിക്കുകയാണ്. ഇവിടെ ഇപ്പം സ്റ്റോക്കുള്ള ഉപകരണങ്ങളാണോ നിങ്ങൾ തിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ്? നമ്മൾ കൺസൈൻമെൻറ്റ് സ്റ്റോക്കാണ്. നമ്മൾ കമ്പനി പേ ചെയ്ത സ്റ്റോക്ക് കൺസൈൻമെൻറ്റ് വെക്കും. അതിൽ നിന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബില്ല് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ സർക്കിൾ നമ്മൾ രണ്ടാമത് റീപ്ലേസ് ചെയ്യാറ്. നമ്മൾ റീപ്ലേസ്മെൻ്റ് ആണ് സ്റ്റോപ്പ് ചെയ്ത് ഇത്രയും കാലം. നമ്മൾ ഏകദേശം ഓരോ ഹോസ്പിറ്റലും ചുരുങ്ങി 4-5 കോടിയുടെ സ്റ്റോക്ക് ഞങ്ങളുടെ സ്റ്റോക്ക് ഉണ്ടാവും. ഇനി അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ആ സ്റ്റോക്ക് കൂടെ വിഡ്രോ ചെയ്യാനാണ് നമ്മൾ വന്നത്. ഇപ്പം എത്ര തുകയാണ് ഇപ്പം തിരുവനന്തപുരത്തുണ്ട്, ഒപ്പം തന്നെ കോഴിക്കോടുണ്ട്? 58.64 കോടിയാണ് നമുക്ക് മൊത്തം ജൂൺ വരെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാർച്ച് 2025 വരെ നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് എമൗണ്ട് കിട്ടി. ഏകദേശം 120 കോടിയോളം കിട്ടാനുണ്ടാവും മാർച്ച് വരെയുള്ള പേയ്മെൻറ്റ് മൊത്തം ഓൾക്ക് 21 ഗവൺമെൻറ് കാത്ത് ലാബിൽ. അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് സ്റ്റോക്ക് അവൈലബിൾ ആക്കാനുള്ള പ്രൊവിഷനുള്ളൂ. ഇപ്പോൾ 21 കാത്ത് ലാബിലാണ് ഇത്തരത്തിലുള്ള എന്തൊക്കെ ഉപകരണങ്ങളാണ് ഇതിനകത്ത് വരുന്നത്? നമ്മൾ കാർഡിയക് സ്റ്റെൻസ്, പേസ് മേക്കർ, കത്തീറ്റേഴ്സ്, വയേഴ്സ്, ബലൂൺസ് ഒക്കെ ഒരു എൻജിയോപ്ലാസ്റ്റിക്കുള്ള എല്ലാ കൺസൈൻമെൻറ്റും നമ്മൾ വെക്കുന്നുണ്ട്. ഇപ്പം മിനിസ്റ്ററുമായിട്ടുള്ള ചർച്ചയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇതിനു മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് വെച്ച് ചർച്ചയൊക്കെ നടന്നു, ഒരു ഡേറ്റ് പറഞ്ഞിരുന്നു. അതിനകത്ത് ഇപ്പോൾ അവസാനമായി എന്തെങ്കിലും പറയുന്നുണ്ടോ? നമ്മളോട് ഒക്ടോബർ 3 DMEയുടെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതല്ലാതെ ചർച്ചകളൊന്നും വന്നിട്ടില്ല. ഇപ്പം ഇന്നിപ്പം ഇത് നിങ്ങൾ വൈകുന്നേരത്തെ കമ്മിറ്റിയിലാണ് തീരുമാനിക്കുക? അതെ, നമ്മളിപ്പോൾ 4 കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, എറണാകുളം 4 സെൻറ്ററിൽ ഫസ്റ്റ് ഫേസിൽ നമ്മൾ സ്റ്റോക്ക് റിട്രീവ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ വൈകിട്ടുള്ള അവലോകനം വൈകിട്ട് മീറ്റിംഗിൽ കൂടും. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്തത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിക്കുക ചെയ്യാം. നിങ്ങൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുമായി സംസാരിച്ചോ? അവരെന്താണ് പറയുന്നത്? എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് പറയുന്നുണ്ടോ? അല്ല, അവർക്കിട്ട് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് സ്റ്റോക്ക് കൊടുക്കണ്ട എന്നുള്ളതാണ് അവരെ ഭാഗം അവർ എടുക്കാൻ സംബന്ധിച്ചു. അപ്പോൾ നിങ്ങൾ നിയമപരമായിട്ട് നീങ്ങേണ്ടി വരില്ലേ? അല്ല, നമുക്ക് നമ്മൾ പെയ്ത സ്റ്റോക്ക് അതിൽ കിടക്കും. നമുക്കത് അതിക്രമിച്ചെടുക്കാനൊന്നും കഴിയില്ല. നമ്മൾ കൺസൈമിൽ വെച്ചതാണ്. അപ്പോൾ അവർ തിരിച്ചു തരണം. അവർ തന്നിട്ടില്ലെങ്കിൽ എന്താ അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് എല്ലാവരും കൂടെ കൂടിയിരുന്ന് ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യും. ഏതായാലും സർക്കാർ ഇത് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല നടപടി ഉണ്ടാകണം. അസോസിയേഷൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല, നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. നമുക്ക് മാർച്ച് വരെയുള്ള പേയ്മെൻറ്റ് കിട്ടണം എന്നാണ്. കാരണം പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് നാളെ തന്നെ പേയ്മെൻറ്റ് നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യാം. എത്ര വർഷത്തെ പേയ്മെൻറ്റ് ഉണ്ടാവും ഏകദേശം? അത് പല ഹോസ്പിറ്റലും പല രീതിയിലാണ് അവർ പേയ്മെൻറ്റ് തരുന്നത്. ഏകദേശം ഒരു 18 മാസം 19 മാസത്തിന് മുകളിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് പല ഹോസ്പിറ്റലും. ഏതായാലും മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം പ്രതിസന്ധിയിലാകാത്ത വിധമുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് തന്നെയാണ് അസോസിയേഷനും പറയാനുള്ളത്. കോഴിക്കോട് നിന്നും MM രാഗേഷ്.